ഡൽഹി പിടിച്ചടക്കിയതിൻ്റെ ആത്മവിശ്വാസമാണോ അതോ അഹങ്കാരമാണോ എന്ന് വ്യക്തമായിട്ടില്ല. കാല് ചവിട്ടുന്ന മണ്ണുകളെല്ലാം കീഴടക്കാനുള്ളൊരു വല്ലാത്ത വ്യഗ്രതയിലാണ് BJP നിൽക്കുന്നത്. ഇനി ചില ഉപതെരഞ്ഞെടുപ്പുകൾ മാറ്റി നിർത്തിയാൽ BJPക്ക് മുന്നിലുള്ള വലിയ ലക്ഷ്യം ബീഹാറാണ്. കേന്ദ്രമന്ത്രിയും ഹിന്ദുസ്ഥാനി അവാം മോർച്ച സ്ഥാപകനുമായ ജിതിൻ റാം മഞ്ചി സമൂഹ മാധ്യമമായ എക്സിൽ ഒരു സന്ദേശം കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. അതിൽ ഇങ്ങനെയാണ് മാഞ്ചി പറഞ്ഞിരിക്കുന്നത്: ഡൽഹി ട്രെയിലറാണ്, ബീഹാർ വരാനിരിക്കുന്നതേ ഉള്ളൂ. 2 വാക്കിലൊതുക്കിയ മെസ്സേജ് ആണെങ്കിലും 1000 വാക്കുകളുടെ അർത്ഥം അതിന് രാഷ്ട്രീയ നിരീക്ഷകർ കൽപ്പിച്ചു നൽകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും വികസന പ്രവർത്തനങ്ങൾ ബീഹാറിൽ NDAക്ക് 200-ലധികം സീറ്റുകൾ ലഭിക്കുന്നതിന് സഹായമാകുമെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സാമ്രാട്ട് ചൗധരിയും അവകാശപ്പെടുന്നു. മറുവശത്ത് BJPയുടെ അവകാശവാദങ്ങളെ RJD നേതാവ് ലാലു പ്രസാദ് യാദവ് പൂർണ്ണമായും നിഷേധിച്ചു. ബീഹാറിൽ BJPക്ക് ഒരു സ്വാധീനവും ഉണ്ടാകില്ല, ഭരണക്കസേരയിൽ നിന്ന് ജനങ്ങൾ അവരെ പുറത്താക്കുമെന്ന് അർത്ഥശങ്കയില്ലാതെ ലാലു പ്രസാദ് പറയുന്നുമുണ്ട്. കോൺഗ്രസും ബീഹാറിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. നിയമസഭാ വോട്ടെടുപ്പിന് മുന്നോടിയായി മുസ്ലിങ്ങളിലും ദളിതരിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കോൺഗ്രസ് നീക്കം നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രാദേശിക യൂണിറ്റുകൾ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ കോൺഗ്രസ് തയ്യാറാക്കി കഴിഞ്ഞു. ലാലു പ്രസാദ് യാദവുമായി അടുപ്പമുള്ള അഖിലേഷ് സിംഗിനെ 2022-ലാണ് PCC പ്രസിഡന്റ് ആയി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ബീഹാറിൽ നിയമിച്ചത്. അതിനിടെ രാജ്യസഭാ MP ആയ അഖിലേഷിനെ മാറ്റി ദളിത് അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള ഒരാളെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് നിരവധി സംസ്ഥാന നേതാക്കൾ AICC നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. ബീഹാർ മുന്നിൽ കണ്ട് നേതൃനിരയിൽ കാര്യമായ അഴിച്ചുപണികൾ ആവശ്യമാണെന്നും ബീഹാറിലെ കോൺഗ്രസുകാർ AICC നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയം മുസ്ലിം ദളിത് വോട്ടർമാരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നു. ബീഹാറിലെ ജനത രാഹുൽ ഗാന്ധിയെ തങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവായി കാണുന്നു. അവരുടെ മനസ്സിൽ മോദിക്ക് പോലും രാഹുലിന് പിന്നിലാണ് സ്ഥാനം കൽപ്പിച്ച് നൽകുന്നത്. 2023-ലെ ജാതി സർവേ പ്രകാരം ബീഹാർ ജനസംഖ്യയുടെ 17.7% മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് സംസ്ഥാനത്തെ മുസ്ലിങ്ങളെ ആകർഷിക്കാൻ ഒരു മുസ്ലിം അധ്യക്ഷനാവണമെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. അടുത്തിടെ കോൺഗ്രസ് നേതാവും പാർട്ടിയുടെ ഉപാധ്യക്ഷനുമായ ഷാനവാസ് ആലം സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിച്ചാൽ ഒരു മുസ്ലിം ഉൾപ്പെടെ 2 ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. ജനുവരി 28-ന് JDU-വിൽ നിന്ന് മുൻ രാജ്യസഭാ MPയും ഓൾ ഇന്ത്യ പസ്മാണ്ട മുസ്ലിം മഹസിന്റെ നേതാവുമായ അലി അൻവർ അൻസാരിയെ കോൺഗ്രസ് തങ്ങളുടെ കൂട്ടത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. കൂടാതെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ ദശരഥ് മാഞ്ചിയുടെ മകൻ ഭഗീരഥ് മാഞ്ചിനെയും മറ്റ് പ്രമുഖ വ്യക്തികളും കോൺഗ്രസിൽ ചേർന്നത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി അത്ഭുതം കാണിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ്. കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ട അടിത്തറ വീണ്ടെടുക്കാൻ പ്രാപ്തനായ ഒരു നേതാവായി അവർ അൻസാരിയെ കാണുന്നു. മുസ്ലിം മതവിശ്വാസികളിൽ തന്നെ പ്രബല വിഭാഗമായ പാസമുണ്ടയിൽ തന്നെ ഏറെ സ്വാധീനം ഈ നേതാവിനുമുണ്ടെന്നും ഈ വോട്ടുകൾ കോൺഗ്രസിൽ ഉറപ്പിച്ചു നിർത്തുമെന്നും പാർട്ടി വിശ്വസിക്കുകയും ചെയ്യുന്നു.